ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹാവ് ഹാസ് ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരാളോട് നമുക്ക് എങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാം എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ റെഡിയല്ലേ? ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഞാനൊരു ചെറിയ ടേബിൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ ഒരു ടേബിൾ മതി. ഈ ഒരൊറ്റ ടേബിളിൻ്റെ സഹായത്തോടെ നമുക്ക് എത്രയും ചോദ്യങ്ങൾ വളരെ സിമ്പിളായിട്ട് ചോദിക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ തുടങ്ങാം. ഇതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയാണ്. നമ്മൾ ഹാവിൻ്റെ കൂടെ അല്ലെങ്കിൽ ഹാസിൻ്റെ കൂടെ വെർബ് തേർഡ് ഫോം ഉപയോഗിക്കുന്നത് ജസ്റ്റ് ഫിനിഷ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കാനും പറയാനുമാണ് എന്ത് ഉപയോഗിക്കുക, നമ്മൾ ഹാവിൻ്റെ കൂടെ അല്ലെങ്കിൽ ഹാസിൻ്റെ കൂടെ വെർബ് തേർഡ് ഫോം ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതിനെ നമുക്ക് ഇന്ന് വിളിക്കാം പ്രസൻറ്റ് പെർഫെക്റ്റ്. എന്താണ്? പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ തുടങ്ങാം. ഒന്നാമതാണ്, ഇപ്പോൾ നിങ്ങൾക്ക് ഒരാളോട് ചോദിക്കണം എന്ത്, നിങ്ങൾ എന്താണ് എഴുതിയത്? എന്താണ്? നിങ്ങൾ എന്താണ് എഴുതിയത്? നിങ്ങൾ കണ്ടു ആ വ്യക്തി ജസ്റ്റ് ഒന്ന് എഴുതിയിട്ട് ബുക്ക് ക്ലോസ് ചെയ്യുന്നു, നിങ്ങൾ കണ്ടു. അപ്പോൾ നിങ്ങൾ ചോദിക്കണം എന്ത്, നിങ്ങൾ എന്താണ് എഴുതിയത്? നിങ്ങൾ എന്താണ് എഴുതിയത്? അപ്പോൾ പറയാം, ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ ജസ്റ്റ് ഒന്ന് മാച്ച് ആക്കിയാൽ മതി. ഈ വേർഡ്സിലുണ്ടല്ലോ, ഈ വേർഡ്സിൽ ജസ്റ്റ് ഒന്ന് മാച്ച് ആക്കിയാൽ തന്നെ എന്തായി, വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം. എന്താണ്? ഇത് ചോദിക്കണം, നിങ്ങൾ എന്താണ് എഴുതിയത്? എന്താ പറയാ? വാട്ട് ഹാവ് യു വാട്ട് ഹാവ് യു റിട്ടൺ? വാട്ട് ഹാവ് യു റിട്ടൺ? വാട്ട് ഹാവ് യു റിട്ടൺ? നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ആദ്യം ജസ്റ്റ് മാച്ച് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ട് ആ ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും ഇങ്ങനെ പറയണം, വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. അത് നമ്മുടെ നാവിൽ വഴങ്ങോളം ഇങ്ങനെ പറയാം. എന്താ പറയുക? വാട്ട് ഹാവ് യു റിട്ടൺ? വാട്ട് ഹാവ് യു റിട്ടൺ? വാട്ട് ഹാവ് യു റിട്ടൺ? ഇതൊരു 10 പ്രാവശ്യം പറയാം. 10 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ നാവിൽ വഴങ്ങും. പിന്നെ അത് പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ, ഇനി രണ്ടാമതാണ് വെയർ. എന്താണ് വെയർ? വെയർ എന്ന് പറഞ്ഞാൽ എവിടെ എന്നാണ്. നിങ്ങൾക്ക് ഒരാളോട് ചോദിക്കണം, അവൻ എവിടെ പോയി? അവൻ എവിടെ പോയി ചോദിക്കണം. അപ്പോൾ അവൻ എന്താണ്? ഹി അല്ലേ? ഹി സിംഗുലർ ആയതുകൊണ്ട് നമുക്ക് ഹാവ് അല്ല ഉപയോഗിക്കേണ്ടത്, അവിടെ ഹാസ് ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അവൻ എവിടെ പോയി? അപ്പോൾ ആദ്യം വെയർ ഹാസ് ഹി ഗോൺ? എന്താണ്? വെയർ ഹാസ് ഹി ഗോൺ? അപ്പോൾ വെയർ ഹാസ് ഹി ഗോൺ എന്ന് നമ്മൾ ഉണ്ടാക്കി. അപ്പോൾ ആ സെൻറ്റൻസിനെ ഒരു 10 പ്രാവശ്യം പറയാം. വെയർ ഹാസ് ഹി ഗോൺ? വെയർ ഹാസ് ഹി ഗോൺ? വെയർ ഹാസ് ഹി ഗോൺ? വെയർ ഹാസ് ഹി ഗോൺ? ഈ ഷീ ആണെങ്കിലോ വെയർ ഹാസ് ഷി ഗോൺ? വെയർ ഹാസ് ഷി ഗോൺ? വെയർ ഹാസ് ഷി ഗോൺ? അതെങ്ങനെ ചോദിക്കാം? അപ്പോൾ ഞാൻ ചോദിക്കണം, എനിക്ക് ചോദിക്കണം, നിങ്ങളുടെ ഫാദർ എവിടെ പോയി? നിങ്ങളുടെ ഫാദർ എവിടെ പോയി? എനിക്ക് ചോദിക്കാം, വെയർ ഹാസ് യുവർ ഫാദർ ഗോൺ? അല്ലേ? വെയർ ഹാസ് യുവർ ഫാദർ ഗോൺ? അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണം. അങ്ങനെ ശ്രമിക്കുമ്പോൾ ഇത് ഓട്ടോമാറ്റിക് എന്താവും? നിങ്ങളുടെ നാവിൽ വഴങ്ങുന്നത്. ഓക്കെ, ഇനി അടുത്ത് നിങ്ങൾ ചോദിക്കണത് വെൻ. നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തിനോട് ചോദിക്കണം, നീ എപ്പോഴാണ് വന്നത്? നീ എപ്പോഴാണ് വന്നത് ചോദിക്കണം. അപ്പോൾ എന്താ പറയുക? അപ്പോൾ നമുക്ക് വെൻ ഉപയോഗിക്കേണ്ടി വരും. വെൻ ഹാവ് യു കം? വെൻ ഹാവ് യു കം? വെൻ ഹാവ് യു കം? വേണമെങ്കിൽ ഹിയർ എന്ന് പറയാം. ഇവിടെ വെൻ ഹാവ് യു കം ഹിയർ? വെൻ ഹാവ് യു കം ഹിയർ? വെൻ ഹാവ് യു കം ഹിയർ? അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കിയല്ലോ, ഒരു 10 പ്രാവശ്യം പറയാം. വെൻ ഹാവ് യു കം ഹിയർ? When have you come here? When have you come here? When have you come here? ഒരേ സെയിം എന്താണ് ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും പറയാം. അത് നാവിൽ വഴങ്ങോളം ഇങ്ങനെ പറയാം. ഒരു തവണ വഴങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് വിഷയമല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ വാട്ട് ഡിസ്കസ് ചെയ്തു, വെയർ, വെൻ. അടുത്താണ് വൈ. എന്താണ് വൈ? വൈ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്. എന്താണ് വൈ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്? ഇപ്പോൾ എനിക്ക് നിങ്ങളോട് ചോദിക്കണം എന്ത്, ഹലോ, നിങ്ങൾ എന്തുകൊണ്ട് ഇവിടെ വന്നില്ല? അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഇതുവരെ വന്നില്ല? നിങ്ങൾ എന്തുകൊണ്ട് ഇതുവരെ വന്നില്ല എന്ന് ചോദിക്കണം. അപ്പോൾ ചോദിക്കുക, അപ്പോൾ നെഗറ്റീവ് അല്ലേ? നെഗറ്റീവ് ആകുമ്പോൾ എന്ത് ഉപയോഗിക്കണം? ഹാവൻറ്റ് ഉപയോഗിക്കണം അല്ലേ? വൈ ഹാവൻറ്റ് യു കം? വൈ ഹാവൻറ്റ് യു കം? നിങ്ങൾ എന്തുകൊണ്ട് വന്നില്ല? അപ്പോൾ ഇതുവരെ എന്നുള്ളതിന് നമ്മുടെ കയ്യിൽ ഒരുപാട് വേർഡ്സുകളുണ്ട്. ഏതൊക്കെയാണ്? സോ ഫാർ എന്ന് പറയാം. സോ ഫാർ, ഇതുവരെ. ടിൽ നൗ, ഇതുവരെ. അതുപോലെ ക്വസ്റ്റ്യൻസ് നെഗറ്റീവ് ആണെങ്കിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് യെറ്റ് എന്ന് പറയും. എന്താണ് യെറ്റ്?
അപ്പോൾ എന്ത് പറയാം? അപ്പോൾ നമുക്ക് യെറ്റ് ചേർത്ത് കൊടുക്കാം. എന്തായി? ഹലോ, വൈ ഹാവൻറ്റ് യു കം യെറ്റ്? വൈ ഹാവൻറ്റ് യു കം യെറ്റ്? ഈ ഒരു ചോദ്യം ഒരു 10 തവണ ഇങ്ങനെ പറയാം. വൈ ഹാവൻറ്റ് യു കം യെറ്റ്? വൈ ഹാവൻറ്റ് യു കം യെറ്റ്? വൈ ഹാവൻറ്റ് യു കം യെറ്റ്? അതെങ്ങനെ വീണ്ടും വീണ്ടും പറയുമ്പോൾ എന്തായി? അത് ശരിക്കങ്ങ് പഠിക്കും. ക്ലിയർ? ഇനി അടുത്താണ് ഹൗ. ഹൗ. ഇപ്പോൾ എനിക്ക് നിങ്ങളോട് ചോദിക്കണം, അല്ല നിങ്ങൾ എങ്ങനെയാണ് അവിടെ പോയത്? നിങ്ങൾ എങ്ങനെയാണ് അവിടെ പോയത്? അല്ലെങ്കിൽ ഫോണിലോ ചോദിക്കാം, നീ പോയോ? അല്ല, നീ എങ്ങനെ അവിടെ പോയത്? നീ എങ്ങനെയാണ് അവിടെ പോയത് ചോദിക്കാം. അപ്പൊ ഹൗ അല്ലേ? എന്താണ് ഹൗ? ഹൗ ഹാവ് യു ഗോൺ ദെയർ? ഹൗ ഹാവ് യു ഗോൺ ദെയർ? ഹലോ, ഹൗ ഹാവ് യു ഗോൺ ദെയർ? 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 ഇതൊരു 10 തവണ പറയാം. ഹൗ ഹാവ് യു ഗോൺ ദെയർ? ഹൗ ഹാവ് യു ഗോൺ ദെയർ? ഓക്കെ. ഇനി അടുത്താണ് ഹു. ഹു എന്ന് പറഞ്ഞാൽ ആര് എന്നാണ് അല്ലേ? ഹു എന്നാൽ ആര്. ഓക്കെ. ഇനി നിങ്ങൾക്ക് ചോദിക്കണം, ഇതാരാണ് ചെയ്തത്? ഇത് ആരാണ് ചെയ്തത് എന്ന് ചോദിക്കാം. ഹു അല്ലേ? എന്താണ് ഹു? ഹു ഹാസ്. ഹു ഹാസ്. ഇവിടെ പ്രോപ്പർ ആയിട്ടൊരു സബ്ജക്റ്റ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എപ്പോഴും ഇവിടെ ആരാണ് ചെയ്തതെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സിംഗുലർ ആയിട്ടുള്ള എന്ത് ഉപയോഗിക്കുക? സിംഗുലറിനെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഹാസ് ഉപയോഗിക്കുക. ഓക്കെ. ഹു ഹാസ് ഡൺ? ഹു ഹാസ് ഡൺ ദീസ്? അപ്പോൾ ഇവിടെ നമുക്ക് എന്തിൻ്റെ ആവശ്യമില്ല? സബ്ജക്റ്റ് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം സബ്ജക്റ്റ് ഇല്ലല്ലോ. ആരാണ് ഇത് ചെയ്തത് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? സബ്ജക്റ്റ് വേണ്ട. ഹു ഹാസ് ഡൺ ഇറ്റ്? ഹു ഹാസ് ഡൺ ഇറ്റ്? ഹലോ, ടെൽ മീ, ഹു ഹാസ് ഡൺ ദിസ്? അല്ലെങ്കിൽ ഹു ഹാസ് ഡൺ ഇറ്റ് എന്ന് പറയാം. ക്ലിയർ? ഇനി അടുത്താണ് ഹും. ഹും എന്ന് പറഞ്ഞാൽ ആരെ. ഹും എന്ന് പറഞ്ഞാൽ ആരെ. ഇപ്പോൾ എനിക്ക് നിങ്ങളോട് ചോദിക്കണം, നിങ്ങൾ ആരെയാണ് കണ്ടത്? പറ. നിങ്ങൾ ആരെയാണ് കണ്ടത് എന്ന് ചോദിക്കണം. അപ്പോൾ ഞാൻ പറയും, ഹൂം ഹാവ് യു സീൻ? കണ്ടോ? ഹൂം ഹാവ് യു സീൻ? ഹൂം ഹാവ് യു സീൻ? ടെൽ മീ, ഹൂം ഹാവ് യു സീൻ? ഹൂം ഹാവ് യു സീൻ? ഇനി നിങ്ങൾക്ക് ഇതേ ക്വസ്റ്റ്യൻ ഈ ഹൂമിന് പകരം എന്ത് ഉപയോഗിക്കാം? ഹൂ ഉപയോഗിക്കാവുന്നതാണ്. ഹൂ ഹാവ് യു സീൻ? അതും കറക്റ്റാണ്. എന്താണ്? ഹൂം ആരെ, ഹാവ് യു സീൻ? ഇതിന് പകരമായിട്ട് നമുക്ക് ഇങ്ങനെയും പറയാം, ഹൂ ഹാവ് യു സീൻ? സംസാരത്തിൽ നമ്മൾ സാധാരണ ഹൂ ആണ് ഉപയോഗിക്കാം. ഓക്കെ. ഹൂ ഹാവ് യു സീൻ അല്ലെങ്കിൽ ഹൂം ഹാവ് യു സീൻ? ബോത്ത് ആർ കറക്റ്റ്. ഓക്കെ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടായി കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും ഇങ്ങനെ പറയാം. ഫൈൻ. ഇനി അടുത്താണ് ഹൗ മച്ച്. എന്താണ് ഹൗ മച്ച്? ഹൗ മച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര. എനിക്ക് നിങ്ങളോട് ചോദിക്കണം, നിങ്ങളുടെ കുറച്ച് പണം എന്തായി? ലോസ്റ്റായി. ഓക്കെ. എവിടെയെങ്കിലും കൊഴിഞ്ഞു പോയി. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കണം, ഹൗ മച്ച് മണി ഹാവ് യു ലോസ്റ്റ്? എന്താണ്? ഹൗ മച്ച് മണി ഹാവ് യു ലോസ്റ്റ്? LOST, ലോസ്റ്റ്. ഹൗ മച്ച് മണി ഹാവ് യു ലോസ്റ്റ്? ഹൗ മച്ച് മണി ഹാവ് യു ലോസ്റ്റ്? ഹൗ മച്ച് മണി ഹാവ് യു ലോസ്റ്റ്? ഓക്കെ. എത്ര എന്നുള്ള അർത്ഥമാണ്. ഇനി അടുത്താണ് ഹൗ മനി. ഹൗ മച്ച് എന്താണ്? നമുക്ക് കൗണ്ട് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളില്ലേ, അതിൻ്റെ കൂടെയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? ഹൗ മച്ച് ഉപയോഗിക്കുക. ഹൗ മച്ച്. ഇനി കൗണ്ട് ചെയ്യാൻ കഴിയുന്നതാണെങ്കിലോ അവിടെ നമ്മൾ ഹൗ മനി ഉപയോഗിക്കണം. ഇപ്പം എനിക്ക് നിങ്ങളോട് ചോദിക്കണം, നിങ്ങൾ എനിക്ക് എത്ര പേനയാണ് തന്നത്? പറ. നിങ്ങൾ എനിക്ക് എത്ര പേനയാണ് തന്നത് എന്ന് പറയണം. അപ്പം നമ്മൾ ഹൗ മച്ച് ആണ് ഉപയോഗിക്കുക? അല്ല, ഹൗ മെനി. എന്താണ്? ഹൗ മെനി പെൻസ്? ഹൗ മെനി, ഹൗ മച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ആ ഒരു നൗൺ ഉപയോഗിക്കുക. എന്തിനെ കുറിച്ചാണ് നമ്മൾ ചോദിക്കുന്നത്? എന്താണ്? ഹൗ മെനി പെൻസ് ഹാവ് യു ഗിവൺ മീ? ഹൗ മെനി പെൻസ് ഹാവ് യു ഗിവൺ മീ? എത്ര പേനയാണ് നിങ്ങൾ എനിക്ക് തന്നത്? അപ്പോൾ ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ട് ആ ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും എന്ത് ചെയ്യുക? ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുക. ഹൗ മെനി പെൻസ് ഹാവ് യു ഗിവൺ? വാട്ട് ഹാവ് യു ഡൺ? വാട്ട് ഹാവ് യു റിട്ടേൺ? ഇതുപോലെ ഈ ഒരു ടേബിൾ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി എന്ത് ചെയ്യണം? ഈ ഒരു ഹാവ്, ഹാസ് പ്ലസ് വെർബ് തേർഡ് ഫോം ഉപയോഗിച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ പെർഫെക്റ്റ് ആകും.